ഹായ് ഓൾ, എല്ലാവർക്കും ക്രിയേറ്റീവ് എക്സ്പ്ലോഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാർക്കറ്റിൽ പുതിയതായിട്ട് റിലീസായിട്ടുള്ള 11th ജനറേഷൻ, അതായത് 11th ജനറേഷൻ ഇൻ്റൽ കോർ i5 പ്രോസസ്സർ വരുന്ന ഒരു ഏസർ ലാപ്ടോപ്പിനെ കുറിച്ചാണ്. ഒരു ബിസിനസ് യൂസേഴ്സിന് അല്ലെങ്കിൽ ഒരു നല്ല ഹൈ എൻഡ് യൂസേഴ്സിന് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ലാപ്ടോപ്പാണിത്. ഇതിൻ്റെ 11th ജനറേഷൻ പ്രോസസ്സറിൻ്റെ ഒരു ക്ലോക്ക് സ്പീഡ് എന്ന് പറയുമ്പോഴത്തേക്കും എബോവ് 3 GHz ആണ്. വളരെ സ്ലിം ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പുമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബിസിനസ് ക്ലാസ് ലാപ്ടോപ്പിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. Acer 5 സീരീസിലെ A51556 എന്ന് പറയുന്നൊരു മോഡൽ ലാപ്ടോപ്പാണിത്. വളരെ മനോഹരമായിട്ടും വളരെ മികച്ച ഒരു പ്രോഡക്റ്റ് ക്വാളിറ്റിയിലും തന്നെയാണ് ഏസർ ഇതിൻ്റെ മാനുഫാക്ചറിങ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അത് ഈ വിഷ്വലിൽ വളരെ വ്യക്തമായിട്ട് കാണാം. ലാപ്ടോപ്പിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 1080p ഫുൾ HD ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. സ്ക്രീൻ ടു ബോഡി റേഷ്യോ നിങ്ങൾക്ക് ഇപ്പോൾ വിഷ്വൽസിൽ കാണാൻ പറ്റും. ഒരു 1080pയുടെ ഒരു ലോഗോയും സ്ക്രീനിൽ തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഈ ലാപ്ടോപ്പിൻ്റെ വളരെ മികച്ച ഒരു ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ Wi-Fi 6 ബാൻഡ് വെർഷനാണ് ഇതിന് വരുന്നത്. Wi-Fi 5നെ അപേക്ഷിച്ച് Wi-Fi 6 കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ഉള്ളൊരു സാധനമാണ്. അതുപോലെ തന്നെ 11th ജനറേഷൻ ഇൻ്റൽ കോർ i5ൻ്റെ ഒരു പ്രോസസ്സറാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത്. 3.4 GHz ടെർബോ സ്പീഡ് ഇനിയും കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇൻ്റൽ ഐറിസ് ഗ്രാഫിക്സ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. മാക് കമ്പ്യൂട്ടേഴ്സിൽ വരുന്ന ഒരു ചിപ്പാണത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഒരു RJ45 കേബിൾ, ഒരു HDMI പോർട്ട്, 2 USB 3.0 പോർട്ടും ഒരു USB-C പോർട്ടും തന്നിട്ടുണ്ട്. ഈ USB-C പോർട്ട് ഇപ്പോഴും വളരെ മികച്ച ഒരു കാര്യമാണ്. കാരണം എല്ലാ മൊബൈൽസിൻ്റെയും കേബിൾസ് 2 സൈഡ് USB-C ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഒരു നോർമൽ USB-യും ഒരു USB 3.5mm ജാക്കും കാണാം. ഇതിൻ്റെ ഒരു പ്രോസസ്സർ എയർ വെൻറ്റുകൾ വരുന്നത് മേൾ ഭാഗത്ത് ഇതുപോലെ അകത്ത് ഭാഗത്തായിട്ടാണ്. അത് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് ഹീറ്റ് പുറത്തേക്ക് തള്ളുന്നതിന് സഹായിക്കുന്നുണ്ട്. വളരെ മികച്ച രീതിക്കുള്ളൊരു റിയർ പ്രൊഫൈൽ തന്നെയാണ് ഈ ഒരു മോഡലിൽ ഏസർ ചെയ്തിരിക്കുന്നതെന്ന് കാണാം. ഈ ലാപ്ടോപ്പ് മെയിനായിട്ട് 2 കളറിലാണ് മാർക്കറ്റിൽ വരുന്നത്. ഒന്നൊരു സിൽവർ കളറിലും ഒന്നൊരു ബ്ലാക്ക് കളറിലുമാണ്. ബ്ലാക്ക് കളർ സിൽവർ കളർ പോലെ തന്നെ വളരെ മികച്ചതാണ്. ബ്ലാക്ക് കളർ എന്ന് പറയുന്നതിലുപരി ഇതിനെ ഒരു ഡാർക്ക് ഗ്രേ കളർ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ഒരു കളറിൽ നമ്മുടെ സ്ക്രീനൊക്കെ കാണാൻ നമുക്ക് കുറച്ചുകൂടെ കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്. കാരണം മൊത്തത്തിൽ ബ്ലാക്ക് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ ഈ കീബോർഡ് ലൈറ്റിംഗ് കമ്പനി ചെയ്തിരിക്കുന്നത് വളരെ മികച്ച ഒരു പ്രോഡക്റ്റ് ക്വാളിറ്റിയിൽ തന്നെയാണ് കമ്പനി ചെയ്തിരിക്കുന്നത്. ഡിസ്പ്ലേയുടെ ക്ലാരിറ്റിയും വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ക്ലാരിറ്റിയിലാണ് ഡിസ്പ്ലേ കമ്പനി ചെയ്തിരിക്കുന്നതെന്ന് കാണാം. കീബോർഡ് ലൈറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കീബോർഡ് ലൈറ്റിങ്ങിൽ നമുക്ക് ബ്രൈറ്റ്നസ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓഫ് ഓൺ അങ്ങനെ ഒരു 2 ബട്ടൺ മാത്രമാണ് കമ്പനി ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് കമ്പനി ചെയ്തിരിക്കുന്നത് ഒരു 8 GB ഒരു DDR4 റാമും ഒരു 512GB SSDയുമാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ലാപ്ടോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കാരണം ഓപ്പൺ ചെയ്യുമ്പോഴാണ് ലാപ്ടോപ്പിൻ്റെ ക്വാളിറ്റി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നത്. ഇതിനകത്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പം വളരെ മികച്ച രീതിക്ക് ഏസർ ഇതിൻ്റെ ഒരു ചിപ്സെറ്റ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളതായിട്ട് കാണാം. ഇതിലൊരു DDR4 റാം ഇൻബിൽട്ട് ആയിട്ടും, അതായത് 4GB ഇൻബിൽട്ട് ആയിട്ടും 4GB എക്സ്റ്റേണൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കിങ്സ്റ്റൻ്റെ ഒരു M.2 സ്ലോട്ടിലുള്ള ഒരു SSDയും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബാറ്ററി വളരെ മികച്ച ഒരു പാക്കേജിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കമ്പനി അവകാശപ്പെടുന്നത് 8 തൊട്ട് 9 മണിക്കൂർ വരെ ബാക്കപ്പ് ഈ ബാറ്ററിക്ക് ഈ ലാപ്ടോപ്പിനായിട്ട് നൽകാൻ പറ്റുമെന്നാണ്. നമ്മുടെ നോർമൽ ഹാർഡ് ഡിസ്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ പവർ കൺസപ്ഷൻ കുറവായിരിക്കും. ഈ ബാറ്ററിക്ക് അതിന് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് കമ്പനി പറയുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ ഇന്നത്തെയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ബൈ.